അഖിലേട്ടൻ ഇന്നും ലൈവിൽ വന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അഖിലേട്ടൻ പറയുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു സംഗതി മാത്രം അഖിലേട്ടൻ പറയുന്നില്ല. ആരാണ് ആ രണ്ട് വ്യക്തികൾ എന്നുള്ളത്. അഖിലേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആ രണ്ടാളുകളെ പറയാത്തതിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വിഷമം, സങ്കടം, ദേഷ്യം ഒക്കെ തോന്നുന്നുണ്ട് അഖിലേട്ടൻ. അത് ഉള്ളത് പറയുന്നത് എന്താണ്, ഒരു കാര്യം കൂടി പറയാനുള്ളൂ. ഈ രണ്ട് ആളുകൾ ആരാ എന്നുള്ളത് അറിയാതെ ഈ രണ്ടാളുകൾ ആരോ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഒരു ആവശ്യമില്ല. അഖിലേട്ടൻ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് വെറും ഒരു ആരോപണം എന്നുള്ളത് തന്നെ എല്ലാവരും വിശ്വസിക്കുന്നത്. ഇത്രയും മഹത്തമായിട്ടുള്ള ഈ ഒരു കാര്യം അഖിലേട്ടൻ പറഞ്ഞ്, അതായത് ഇപ്പൊ ഈ കേരള സമൂഹത്തിന് അതല്ലെങ്കിൽ ഈ ബിഗ് ബോസിലൊക്കെ ആഗ്രഹിച്ച് അതിനായിട്ട് പ്രവർത്തിക്കുന്ന കുറെ ഗേൾസിനൊക്കെ പല രീതിയിലും ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ലെവലിലൊക്കെ എത്തിയിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ ഈ അഖിൽമാരാരേട്ടൻ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറയോ, അത് വേറൊന്നല്ല. ഈ രണ്ടാളുകൾ ഇപ്പം ഈ ഒരു രീതിയിൽ അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ, അതായത് ഇപ്പൊ സൊസൈറ്റിയിൽ ഈ രണ്ടാളുകൾ അതേ രീതിയിൽ തന്നെ ഈ സമൂഹം അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇവർ പല രീതിയിലും വേറെ എവിടെയെങ്കിലും പോയിട്ട്, ഇപ്പം ഉദാഹരണത്തിന് ഏഷ്യാനെറ്റ് പിരിച്ചുവിടെ അല്ലെങ്കിൽ ബിഗ് ബോസ് പിരിച്ചുവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാരാന്നുള്ളത് കേരള സമൂഹം അറിയുന്നില്ല. അങ്ങനെ അറിയാത്തത് കൊണ്ട് തന്നെ എന്താ പറയാ, ഈ ആളുകൾക്ക് വേറെ വീട്ടിൽ പോയിട്ട് എന്തും ചെയ്യാൻ പറ്റും. അപ്പൊ അഖിലേട്ടൻ ഏറ്റവും ആർജവത്തോടെ അന്തസ്സായിട്ട് വളരെ ധൈര്യമായിട്ട് മുമ്പോട്ട് വന്ന് ഈ ഒരു രണ്ടാളുകളുടെ പേരും കൂടെ ഒന്ന് പറയേണ്ടതുണ്ട്. അഖിലേട്ടൻ കുറെ കാര്യങ്ങൾ ലൈവിൽ വരുമ്പോൾ പറയാറുണ്ട്. അത് മാത്രമല്ലാതെ എല്ലാവരും ഈ ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് ഒരിക്കലും അഖിൽമാരാരേട്ടന ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഉപദ്രവിക്കുക അതല്ലെങ്കിൽ ആ ഒരു പേടിയൊന്നും അങ്ങേർക്ക് ഇല്ല എന്നുള്ളത് അങ്ങേരുടെ സംസാരത്തിൽ നിന്ന് അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം പുറത്തു വിടാത്തത് എന്നുള്ളതൊക്കെ പല രീതിയിലും ആലോചിച്ച് നോക്കുമ്പോൾ അഖിൽമാരാരേട്ടൻ ഇനി എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ഈ പദവിയോ പ്രശസ്തിയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ നേട്ടങ്ങളൊക്കെ ആ ഒരു താല്പര്യത്താലാണ് ഇനിയിപ്പോൾ ഇത് പറയാത്തതെന്നൊന്നും അറിയില്ല. എന്തെന്നായാലും ഇങ്ങനെ ഈ ഒരു രണ്ടാളുകൾ ഇതേ രീതി തന്നെ ആണെന്നുള്ളത് അത് ആരാണെന്ന് ഈ സമൂഹത്തിന്, കേരള സമൂഹത്തിന് അറിഞ്ഞിട്ടില്ലെങ്കിൽ, അവരത് അറിയിച്ചിട്ടില്ലെങ്കിൽ അത് വീണ്ടും അപകടം തന്നെയാണ്. അതല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ രണ്ടാളുകൾ ആരാ എന്നുള്ള അറിയാതെ അതല്ലെങ്കിൽ അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ട് നിൽക്കുന്ന ശിക്ഷ, അവർ ഉറങ്ങുന്നില്ല, അതല്ലെങ്കിൽ അവർക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അത് അവരുടെ അവസ്ഥ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആര് വരുവാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആവും. പക്ഷെ ഞാൻ പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ രണ്ടാളുകളെ പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഭയങ്കര എന്താ പറയാ, ഒരു നെഗറ്റീവ് എന്ന് ഞാൻ ഇപ്പം എന്താ പറയുക, ഒരു അഖിൽമാരാര് ചേട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. ഏറ്റവും അന്തസ്സായിട്ട് അഖിൽമാരാരേട്ടൻ അതെന്നെ പറയാം, ആരാ എന്നുള്ളത്, ഈ രണ്ട് വ്യക്തികൾ ആരാ എന്നുള്ളത് നിങ്ങളാൽ തന്നെ പുറത്തു വരാം. കാരണം ബാക്കിയുള്ള ഈ കണ്ടസ്റ്റൻസിനോ അല്ലെങ്കിൽ മുമ്പ് ബിഗ് ബോസിൽ വന്ന് പോയിട്ടുള്ള ആർക്കും ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അറിയില്ല, അത് ആരാന്ന് അറിയില്ല. അപ്പോൾ അഖിലേട്ടനാണ് അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മനുഷ്യൻ. ദയവായിട്ട് ആ രണ്ടാളുകളെ പറയാം പ്ലീസ്.